ആരാധകർ കാത്തിരുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 2:30 മാച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും ഇറക്കുന്നവരെ വരുമ്പോൾ തീപ്പാർന്ന ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. കാരണം രണ്ടും തുല്യ ശക്തികളാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മാച്ചിൽ ഇന്ത്യ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചു. അത് ശരി തന്നെയാണ്. പക്ഷെ ഇന്ത്യക്ക് പിഴച്ചത് ബാറ്റിംഗിലാണ്. ഓസീസുമായിട്ട് ഇന്ത്യക്ക് ഇത്രയും ചെറിയ റൺസ് എടുത്താൽ കളി പൊട്ടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ബാറ്റിംഗിൽ ശരിക്ക് കളിക്കണം. രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ ഫോം ആകേണ്ടതുണ്ട്. ശുഭ്മാൻ ഗില്ലും പെട്ടെന്ന് ഔട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. അതുപോലെ വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായി. ശ്രേയസ് അയ്യർ മികച്ച കളി പുറത്തെടുക്കുന്നുണ്ട്. നാളത്തെ മാച്ചിലും ശ്രേയസ് ഉണ്ടായിരിക്കും. രാഹുലും ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ബൗളിംഗിൽ ഇന്ത്യക്ക് പേടിക്കാനില്ല. വരുൺ ചക്രവർത്തി മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനമാവുക സ്പിന്നായിരിക്കും. ഇന്ത്യയുടെ സ്പിൻ കെണിക്ക് മുന്നിൽ ഓസ്ട്രേലിയ വീഴുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സ്പിന്നിനാണ്. വരുൺ ചക്രവർത്തി അവർക്ക് പേടിയാണ്. ഇന്ത്യക്ക് ഒരു പ്രതികാരം ബാക്കിയുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിലാണ് ഓസീസ് ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചത്. ഇപ്രാവശ്യം അതിന്റെ കടം ഇന്ത്യക്ക് തീർക്കേണ്ടതുണ്ട്. സെമിയിൽ ഓസീസിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്രാവശ്യം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ ടീം അത്രയ്ക്കും ഫോമിലാണ്. പക്ഷേ ഓസീസിനെ തോൽപ്പിച്ച് സെമിയിൽ നിന്ന് കടക്കുന്നത് ചെറിയൊരു കാര്യമല്ല. വ്യക്തമായ പ്ലാനിങ് ആവശ്യമാണ്. ഗൗതം ഗംഭീർ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ്ങിലൊന്ന് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ജഡേജ, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. നാളെ തീപ്പാറുമെന്നത് ഉറപ്പാണ്. ഓസീസ് നിരയിൽ ഹെഡ്, സ്മിത്ത്, മാർണസ് ലബൂൺഷെ, ജോഷ് ഇംഗ്ലീഷ്, അലക്സ് കാരി തുടങ്ങി ഒരുപാട് താരനിരയുണ്ട്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുക ഈസി ആയിരിക്കില്ല. അപ്പോൾ നാളത്തെ സെമി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.